ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ വണ്ടർ വിത്ത് ആഷി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ബേബി ഫുഡിൻ്റെ വീഡിയോ ആണ്. റാഗി കൊണ്ടുള്ള ഒരു ബേബി ഫുഡിൻ്റെ വീഡിയോ. ഒരു 9 month ഓൾഡ് ആയ ബേബിക്ക് വേണ്ടിയാണ് ഞാനിത് എടുക്കുന്നത്. എൻ്റെ മോന് വേണ്ടിയാണ്. അപ്പോൾ 6 മാസം ആയ ഉടനെ ഉള്ള കുട്ടികൾക്ക് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യരുത്. ഓരോന്ന് വീതം മാത്രമേ ചേർക്കാവുള്ളൂ. ഇതിപ്പോൾ ഞാൻ 4 സ്പൂൺ റാഗി എടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം ഞാൻ എടുക്കുന്നത് ഒരു വാൾനട്ട്, ഒരു ബദാം, 2 ഡേറ്റ്സ്. ഈന്തപ്പഴം 2 എടുക്കാവുള്ളൂ, മധുരം ഏറെ കൊടുക്കുന്നത് നന്നല്ല. കുറച്ച് കപ്പലണ്ടി, ഒപ്പം 2 അണ്ടിപ്പരിപ്പ് എന്നിവയാണ്. ഇതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് നന്നായി ക്രഷ് ചെയ്തെടുക്കാം. ഇതിൽ ചേർക്കുന്ന ഓരോ നട്ട്സും ഓരോന്നായിട്ട് പെയ്യെ 6 മാസത്തിന് ശേഷം കൊടുത്ത് കുട്ടിക്ക് ഇതൊന്നും അലർജി ഇല്ല എന്ന് നമ്മൾ ഉറപ്പാക്കണം. എൻ്റെ മോന് ഇതൊന്നും അലർജി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം കൊടുക്കും. ഇനി ഇതിലേക്ക് നമുക്ക് കുതിർത്ത റാഗി ചേർത്ത് കൊടുക്കാം. ശേഷം ഒന്നും കൂടി നന്നായിട്ട് അരച്ചെടുക്കാം. കുറച്ചുകൂടി വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ച് എടുക്കാം. ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ച് എടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്കൊരു സ്റ്റെയർ ഉപയോഗിച്ച് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് ഈ റാഗിയിലെ ഉമി കളയാനാണ്. പൊടിച്ചെടുക്കുമ്പോൾ നമ്മളിങ്ങനെ ചെയ്യാറില്ല, പക്ഷേ ഞാൻ ഫ്രഷായിട്ട് ചേർത്ത് അരച്ചെടുക്കുന്നുണ്ട്. ഇത് മസ്റ്റായിട്ട് അരിച്ചെടുക്കും. അതിൽ ഉമി കളയാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. കുട്ടികൾക്ക് 6 മാസത്തിന് ശേഷം നമ്മൾ റാഗി കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. റാഗി, ഈന്തപ്പഴം ഇവ രണ്ടും നല്ല രീതിയിൽ അയൺ അടങ്ങിയിട്ടുള്ള ഫുഡാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾ എത്ര നന്നായി നമ്മൾ ഫുഡ് കൊടുത്താലും കുഞ്ഞുങ്ങളിൽ അയണിൻ്റെ കുറവൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം മസ്റ്റായിട്ട് കൊടുക്കേണ്ട ഒരു ഫുഡാണ് റാഗി അഥവാ കൂരക്. മറ്റുള്ള നട്ട്സും ഇതോടൊപ്പം ചേർക്കുമ്പോൾ അവർക്കൊരു ടേസ്റ്റ് ഡിഫറൻസും ഒക്കെ ഉണ്ടാവും. അപ്പം അവർ അത് കഴിക്കും. ഇനി ഇത് നമുക്ക് ഒരു പാനിലേക്ക് മാറ്റി നന്നായിട്ട് കുറുക്കിയെടുക്കാം. തീ വളരെ സിമ്മിലിട്ട് പതിയെ ഇത് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ഇത് ചെറുതായിട്ട് അടുക്കി പിടിക്കാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് തീ സിമ്മിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ചേർക്കുന്ന വെള്ളത്തിനനുസരിച്ചാണ്. ഞാൻ ചേർത്ത വെള്ളം ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായി കുറുകി വരും. അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. നല്ല ക്രീം പോലെ ആകരുത്, കുറച്ചൊന്ന് ലൂസായിട്ട് വേണം നമ്മൾ കുറുക്കെടുക്കാൻ. എങ്കിലേ കുട്ടികൾക്കത് വേഗത്തിൽ കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു 5-6 മിനിറ്റ് കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാകത്തിന് ഇത് കുറുകി. ഇപ്പോൾ ഇത് ഏകദേശം നല്ല രീതിയിൽ കുറുകി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഫുഡാണ്. ഇപ്പോൾ കുറുക്ക് തയ്യാറായി. ഇനി ഇത് ചെറിയ ചൂടോടുകൂടി നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. തീർച്ചയായും നിങ്ങളിത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്ന് തയ്യാറാക്കി കൊടുത്ത് നോക്കണം. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമാണ്. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കോ. Thank you for watching my video.